കൂട്ടിക്കടയിൽ വാട്ടർ ടാങ്ക് മറിഞ്ഞ് മരണം. ദുഃഖകരമായ ഒരു സംഭവമാണ് അവിടെ സംഭവിച്ചത്. ഇതൊരു ഷീറ്റടിച്ച ഒരു ആസ്പെറ്റാഷൊക്കെ അടിച്ച വീടാണ്. കോൺക്രീറ്റ് വീടാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഈ ടാങ്ക് വയ്ക്കാൻ പറ്റിയതായിരുന്നു. അപ്പം ഇതുപോലെയുള്ള ഒരു കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഈ ടാങ്ക് സ്ഥാപിക്കുമ്പോൾ ആംഗ്ലറിൽ പണിഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലാണ് ഈ ടാങ്ക് വെച്ചിരുന്നത്. ഏകദേശം ഒരു 500 ലിറ്റർ ആ ഒരു കപ്പാസിറ്റി വരുന്ന ഒരു ടാങ്കാണ്. അപ്പോൾ ഇവർ രാവിലെ അത് വെള്ളം നിറച്ച് ശ്രദ്ധിക്കാതെ വെള്ളം നിറച്ചപ്പോഴത്തേക്ക് ഈ ടാങ്ക് ഈ സ്റ്റാൻഡ് ഉൾപ്പെടെ അവരെ വീട്ടിലോട്ട് മറിഞ്ഞ് വീണ് ഇവരെ ദേഹത്ത് ഈ ടാങ്ക് മൊത്തത്തിൽ അങ്ങ് വീഴുവാനുണ്ടായി. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അതോടൊപ്പം തന്നെ ഇവരെ ദേഹത്ത് വീഴുന്നതോടൊപ്പം തന്നെ മകൻ്റെ ദേഹത്ത് ഷീറ്റെല്ലാം കൂടെ മറിഞ്ഞ് വീണ് മകൻ്റെ കാലിൽ 5 സ്റ്റിച്ചുണ്ട്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള ടാങ്കുകളിൽ പുറത്ത് ഈ ആംഗ്ലറിനകത്ത് സ്റ്റാൻഡ് പണിഞ്ഞ് വയ്ക്കുമ്പോഴത്തേക്കും അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു കാറ്റ് എന്തെങ്കിലും വന്ന ഉടനെ തന്നെ ഈ ടാങ്ക് മറിഞ്ഞ് വീഴാനും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാനും വളരെ സാധ്യത കൂടുതലാണ്. നല്ല രീതിയിൽ നിന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് മരണപ്പെടുകയാണുണ്ടായത്. നമ്മുടെ നാട്ടിൽ ഇതൊരു മെസ്സേജായിട്ട് എല്ലാവരും കാണുകയും ഒരു മുൻകരുതലെടുക്കണമെന്നാണ് പറയാനുള്ളത്. ഏതായാലും ഒരു ജീവൻ നഷ്ടമായി. അപ്പോൾ ഇനി ഇതുപോലുള്ള സംഭവം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എന്നാണ് ഒരു അഭിപ്രായം. കൂട്ടിക്കട ചന്തക്കട ചെമ്പോട് പടിഞ്ഞിട്ടതിൽ ഷാഹിദയാണ് മരണപ്പെട്ടത്. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. കടയ്ക്ക് സമീപം താമസിക്കുന്ന ഷാഹിദ വളരെ ദാരുണ്യമായിട്ട് ഇന്ന് മരണപ്പെട്ടിരിക്കുകയാണ്. രാവിലെ സുബഹി നമസ്കാരത്തിനായിട്ട് എണീറ്റ് പല്ല് തേച്ച് പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇന്നലെ വൈകുന്നേരം നിർമ്മിച്ച ഒരു ടാങ്ക് മറിയുകയും അത് തൽക്ഷണം തലയിൽ വന്ന് വീഴുകയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ നമ്മൾ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രഭാത കാര്യങ്ങൾക്കായി വീടിന് പുറത്തിറങ്ങിയ വീട്ടമ്മയാണ് അപകടത്തിൽപ്പെട്ടത്. വീടിന് പുറകുവശം ഇരുമ്പ് തൂണുകളിൽ സ്ഥാപിച്ചിരുന്ന ടാങ്ക് ഉഗ്രശബ്ദത്തോടെ വീട്ടമ്മയുടെ ശരീരത്തിൽ പതിക്കുകയായിരുന്നു. രാവിലെ പ്രഭാത കൃത്യങ്ങൾ ചെയ്യാനായിട്ട് വീട്ടമ്മ പുറത്തോട്ടിറങ്ങി. അപ്പോഴാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ഉടനെ തന്നെ പരിസരവാസികൾ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഇതൊരു മെസ്സേജായിട്ട് എല്ലാവരും കാണണം. ഇങ്ങനെയുള്ള ടാങ്കുകൾ ഉള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉടൻ തന്നെ വീട്ടിലുണ്ടായിരുന്നവരും പ്രദേശവാസികളും ചേർന്ന് കൂട്ടിക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതുപോലെ ഇരുമ്പ് തൂണുകളിൽ വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്നവർ സൂക്ഷിക്കണമെന്ന് അപകടം കണ്ടവർ പറഞ്ഞു. ഇരവിപുരം പോലീസ് സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് കേരളം 24. ഇതെല്ലാം തന്നെ വളരെ ഒരു ദുഃഖകരമായ ഒരു സംഭവമായി പോയി. അവർ വളരെ നല്ല രീതിയിൽ നിന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് മരണപ്പെടുകയാണുണ്ടായത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇതൊരു മെസ്സേജായിട്ട് എല്ലാവരും കാണുകയും ഒരു മുൻകരുതലെടുക്കണമെന്നാണ് പറയാനുള്ളത്. ഏതായാലും ഒരു ജീവൻ നഷ്ടമായി. അപ്പോൾ ഇനി ഇതുപോലുള്ള സംഭവം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എന്നാണ് ഒരു അഭിപ്രായം.